ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. പുതിയ ലുക്കിൽ ഇന്നോവ ഹൈക്രോസ് ഫേസ് ലിഫ്റ്റ് അവതരണത്തിന് ഒരുങ്ങി ടൊയോട്ടോ. ഇന്ത്യൻ പ്രീമിയം MPV വിപണിയിൽ മികച്ച സ്വീകാര്യത നേടിയ ടൊയോട്ട ഇന്നോവ ഹൈക്രോസിന്റെ ഫേസ് ലിഫ്റ്റ് പതിപ്പ് ഉടൻ വിപണിയിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. പരീക്ഷണ ഓട്ടത്തിനിടെ പുതിയ മോഡൽ ക്യാമറയിൽ പതിഞ്ഞതോടെയാണ് വാഹനപ്രേമികളുടെ പ്രതീക്ഷ ഉയർന്നത്. പുറത്തുവന്ന സ്പൈ ചിത്രങ്ങൾ പ്രകാരം മുൻവശത്തും പിൻവശത്തും പുതിയ ബമ്പർ ഡിസൈൻ, പുതുക്കിയ ഹെഡ് ലാമ്പ്, ടെയിൽ ലാമ്പ് സിഗ്നേച്ചർ, പുതിയ അലോയ് വീലുകൾ എന്നിവ ഉൾപ്പെടെയുള്ള മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാബിനിലും പുതിയ അപ്ഹോൾസ്റ്ററി, കൂടുതൽ പ്രീമിയം ഫീച്ചറുകൾ, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലെ അപ്ഡേറ്റുകൾ എന്നിവ ലഭിച്ചേക്കും. അതേസമയം എഞ്ചിനിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നിലവിലുള്ള 2.0 ലിറ്റർ പെട്രോൾ, ശക്തമായ ഹൈബ്രിഡ് പവർ ട്രെയിൻ ഓപ്ഷനുകൾ തന്നെ തുടർന്നേക്കുമെന്നാണ് സൂചന. മികച്ച ഇന്ധനക്ഷമതയും സുഖപ്രദമായ യാത്രാനുഭവവും തുടർന്നും ഈ മോഡലിന്റെ പ്രധാന ആകർഷണങ്ങളായിരിക്കും. മാരുതി ഇൻവിക്ടോ ഉൾപ്പെടെയുള്ള എതിരാളികളുമായുള്ള മത്സരം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഇന്നോവ ഹൈക്രോസിന്റെ ജനപ്രീതി നിലനിർത്തുകയാണ് ഈ ഫേസ് ലിഫ്റ്റിലൂടെ ടൊയോട്ട ലക്ഷ്യമിടുന്നത്. ഔദ്യോഗിക ലോഞ്ച് തീയതി കമ്പനി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും വരും മാസങ്ങളിൽ വാഹനം ഇന്ത്യൻ വിപണിയിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോള സ്മാർട്ട് ഫോൺ വിപണിയിൽ ശ്രദ്ധേയമായ സാന്നിധ്യമുള്ള OnePlus അമേരിക്കയിലും യൂറോപ്പിലും വിൽപ്പന നിർത്താൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. ഈ നീക്കം കമ്പനിയുടെ ഭാവി തന്ത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ആക്കം കൂട്ടുകയാണ്. വിലക്കുറവിൽ ഫ്ളാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണുകൾ അവതരിപ്പിച്ച് ആഗോള ശ്രദ്ധ നേടിയ OnePlus അമേരിക്കയിലും യൂറോപ്പിലും വിൽപ്പന അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ. മാതൃകമ്പനിയായ ഓപ്പോയുടെ ആഗോള ബിസിനസ് പുനഃസംഘടനയുടെ ഭാഗമായാണ് ഈ നീക്കമെന്നാണ് സൂചന. ഔദ്യോഗിക പ്രഖ്യാപനം ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിലും അടുത്ത ദിവസങ്ങളിൽ കമ്പനിയുടെ പുതിയ തന്ത്രം പ്രഖ്യാപിക്കുമെന്നാണ് അന്താരാഷ്ട്ര ടെക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്കയിലെയും യൂറോപ്പിലെയും വിപണികളിൽ നിന്നും OnePlus ബ്രാൻഡ് പിന്മാറുകയും ആ മേഖലകളിൽ ഓപ്പോ കൂടുതൽ സാന്നിധ്യം ഉറപ്പാക്കുകയും ചെയ്യാനാണ് സാധ്യത. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി യൂറോപ്പിലെ ഔദ്യോഗിക സ്റ്റോറുകളിൽ പല OnePlus മോഡലുകളും ലഭ്യമല്ലാത്തതും ഈ നീക്കത്തിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഇന്ത്യയും ചൈനയും OnePlusന്റെ പ്രധാന വിപണികളായി തുടരുമെന്നാണ് റിപ്പോർട്ടുകൾ. നിലവിലുള്ള ഉപഭോക്താക്കൾക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളും ആഫ്റ്റർ സെയിൽസ് സേവനങ്ങളും തുടരുമോ എന്ന കാര്യത്തിൽ കമ്പനി ഇതുവരെ വ്യക്തത നൽകിയിട്ടില്ല. നേരത്തെ ഇത്തരം അഭ്യൂഹങ്ങൾ കമ്പനി നിഷേധിച്ചിരുന്നെങ്കിലും പുതിയ റിപ്പോർട്ടുകൾ വീണ്ടും അനിശ്ചിതത്വം വർദ്ധിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഐഫോണിനെ കൂടുതൽ സ്മാർട്ടാക്കാൻ ആപ്പിളിന്റെ പുതിയ നീക്കം. iOS 27 പബ്ലിക് ബീറ്റയിലൂടെ വമ്പൻ മാറ്റങ്ങളുമായി എത്തിയിരിക്കുകയാണ് ആപ്പിൾ. ഐഫോൺ ഉപയോക്താക്കൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന iOS 27 പബ്ലിക് ബീറ്റ ആപ്പിൾ പുറത്തിറക്കി. ആപ്പിളിന്റെ ബീറ്റ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അനുയോജ്യമായ ഐഫോണുകളിൽ ഈ അപ്ഡേറ്റ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാം. സെപ്റ്റംബറിൽ പുറത്തിറങ്ങുന്ന സ്ഥിരം പതിപ്പിന് മുൻപുള്ള പരീക്ഷണ പതിപ്പാണിത്. ഈ അപ്ഡേറ്റിലെ ഏറ്റവും വലിയ പ്രത്യേകത സിറി AI ആണ്. കൂടുതൽ സ്വാഭാവികമായി സംസാരിക്കാനും സ്ക്രീനിലെ വിവരങ്ങൾ മനസ്സിലാക്കി ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാനും പുതിയ സിരിക്കാകും. കൂടാതെ ലിക്വിഡ് ഗ്ലാസ് ഡിസൈനിൽ കൂടുതൽ കസ്റ്റമൈസേഷൻ, മെച്ചപ്പെട്ട ആനിമേഷനുകൾ, വേഗതയേറിയ പ്രകടനം എന്നിവയും iOS 27 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ക്രീൻ ടൈം നിയന്ത്രണങ്ങൾ, കുട്ടികളുടെ സുരക്ഷാ സംവിധാനങ്ങൾ, ഷോർട്ട് കട്ടുകൾ, ആപ്പിൾ ഇന്റലിജൻസ് ഫീച്ചറുകൾ എന്നിവയിലും ആപ്പിൾ ശ്രദ്ധേയമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അനുയോജ്യമായ ഐഫോണുകളിൽ ഈ ഫീച്ചറുകൾ ഘട്ടം ഘട്ടമായി ലഭ്യമാകും. അതേസമയം ഇത് പരീക്ഷണ പതിപ്പായതിനാൽ ചില ബഗ്ഗുകളും ആപ്പുകളുടെ പ്രവർത്തന പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആപ്പിൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനാൽ ഫോൺ ഉപയോഗിക്കുന്നവർ ഡാറ്റ ബാക്കപ്പ് എടുത്ത ശേഷം മാത്രമേ ബീറ്റ ഇൻസ്റ്റാൾ ചെയ്യാവൂ. സ്ഥിരം പതിപ്പ് ഈ വർഷം സെപ്റ്റംബറിൽ പുതിയ ഐഫോൺ സീരീസിനൊപ്പം പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.